തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭയിലേക്ക് പോവുകയാണ്. നിയമസഭയ്ക്കായിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിയമസഭ പിടിക്കാൻ ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. നിയമസഭയിലേക്ക് വേണ്ടി കർമ്മ പദ്ധതി ഒരുക്കാനും പ്രവർത്തനങ്ങൾക്ക് സമയക്രമം നിശ്ചയിക്കുന്നതിനുമായി UDF സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട്. മുന്നണി വിപുലീകരണവും ചർച്ചയാകും. കളമശ്ശേരിയിലെ ചാക്കോളാസ് പവലിയനിൽ രാവിലെ 10 മണി മുതലാണ് യോഗം. വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, നമുക്കറിയാം തദ്ദേശത്തിൽ വലിയ വിജയമാണ് UDF സ്വന്തമാക്കിയത്. ആ ഒരു വിജയം നിയമസഭയിലേക്കും ആവർത്തിക്കണമെന്നൊരു വാശി അവർക്കുണ്ട്. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മുന്നണി വിപുലീകരണം അടക്കമുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു. ഇന്നിപ്പോൾ നേതൃയോഗം ചേരുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ കൂടുതൽ സജീവമായി തന്നെ എത്തുകയല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ശ്രീജ, വലിയ ഭിന്ന വിജയമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFന് ഉണ്ടായിരിക്കുന്നത്. അത് എല്ലായിടത്തും അപ്രതീക്ഷിത മേഖലകളിൽ പോലും UDFന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാം എന്നത് തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. മാത്രമല്ല, എങ്ങനെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ, അതിനുള്ളൊരു ആക്ഷൻ പ്ലാൻ, ഇതൊക്കെ തന്നെയായിരിക്കും UDFിലെ പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ യോഗത്തിലെ ചർച്ചാ വിഷയം. 100-ലധികം സീറ്റുകൾ ആക്ഷൻ പ്ലാൻ, ഇതൊക്കെ തന്നെയായിരിക്കും UDFിലെ പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ യോഗത്തിലെ ചർച്ചാ വിഷയം. 100-ലധികം സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറച്ചുനാൾ മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ആ നമ്പറിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം UDFിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇന്ന് ചർച്ച ചെയ്യുക. മാത്രമല്ല, 3 മേഖലകളായി തിരിച്ചുകൊണ്ട് പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ടാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. അത് ഏത് വിധത്തിൽ വേണം എന്നതായിരിക്കും ഇന്ന് ചർച്ച ചെയ്യുക. ഇന്ന് എല്ലാ നേതാക്കളും തന്നെ കൊച്ചിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാക്കോളസ് പവലിയനിലാണ് രാവിലെ 10 മണിക്ക് ഈ മുന്നണി യോഗം ആരംഭിക്കുക. മാത്രമല്ല, മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇന്ന് വലിയ ചർച്ചയാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോസ് കെ മാണി കേരള കോൺഗ്രസ് M വിഭാഗത്തെ UDFിലേക്ക് തിരികെ കൊണ്ടുവരണമോ എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ആദ്യഘട്ടം മുതൽ ഉണ്ടായിട്ടുണ്ട്. ജോസ് കെ മാണി പക്ഷേ വരുന്നില്ല, അങ്ങനെയൊരു ചിന്തയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കൊണ്ടുവരാനുള്ള ഒരു ചർച്ചകൾ, തിരികെ കൊണ്ടുവരാനുള്ള ഒരു ചർച്ചകൾക്ക് തുടക്കമിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന ഇന്നത്തെ UDF യോഗത്തിൽ തീരുമാനമാകും. പക്ഷേ PJ ജോസഫ് വിഭാഗമാണ് ഇക്കാര്യത്തിൽ വലിയൊരു വിമുഖത കാണിക്കുന്നത്, ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അത് ഏത് തരത്തിൽ അതിനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ അനുനയ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ UDF യോഗത്തിലുണ്ടാകും. അതുപോലെ തന്നെ RJDയുടെ, അതായത് MV ശ്രേയാംസ് കുമാർ നേരത്തെ തന്നെ അവരുടെ യോഗത്തിൽ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു, ഇടതു മുന്നണിയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ തങ്ങൾക്ക് കിട്ടുന്നില്ല, പരിഗണന കിട്ടുന്നില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു, യോഗത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് എങ്ങനെ മുതലെടുക്കാം എന്നും UDF ചർച്ച ചെയ്യും. അത്തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിയുമായിട്ട് നടത്താനുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് യോഗത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കും. മാത്രമല്ല, UDFിലും ചില പടലപ്പിണക്കങ്ങൾ ഒക്കെയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ PJ ജോസഫ് വിഭാഗത്തിൻ്റെ തന്നെയാണ്. അത് എങ്ങനെ അനുനയ ചർച്ചകളിലൂടെ മാറ്റാം എന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കോൺഗ്രസിൽ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലടക്കം സീറ്റുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർക്ക് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരിഗണന, ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പലയിടങ്ങളിലും കോൺഗ്രസ് വിമതർ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഒരു ഘട്ടം കൂടി കണ്ടു. പക്ഷേ അതിനെ മറികടക്കാനായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിനെ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും നിയമസഭയിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം സാധിക്കും എന്നതാണ് വലിയ വിഷയം. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ എങ്ങനെ മറികടക്കാം, ഇതൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ മുന്നണി യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ച. ഏതായാലും 10 മണിയോടെ കളമശ്ശേരി ചാക്കോളാസ് പവലിയനിലാണ് ഈ യോഗം ആരംഭിക്കുക. ശ്രീജ, അശ്വതി പറഞ്ഞ പോലെ ഒരുപാട് അജണ്ടകളുണ്ട്. അതിനെല്ലാമായി UDF സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട്. മുന്നണി വിപുലീകരണമൊക്കെയായിരിക്കും പ്രധാന ചർച്ചയായി വരിക. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അശ്വതി.